എല്ലാവർക്കും നമസ്കാരം. ബാങ്കിങ്ങിൻ്റെ പാർട്ട് 2 ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? എന്താണ് ബാങ്ക് എന്നും ബാങ്ക് ഏതൊക്കെ ലാംഗ്വേജിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത് എന്നും അതുപോലെ ബാങ്ക്റപ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പാർട്ട് 1 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ബാങ്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻസ് ആണ്. ബാങ്കിങ്ങിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. വ്യക്തികൾ കൊടുത്ത ഡെഫിനിഷൻസ് ഉണ്ട്, അതുപോലെ ലീഗലി ഡിഫൈൻ ചെയ്തതും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഗൽ ഡെഫിനിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 5(b)യിൽ എന്താണ് ബാങ്കിങ് എന്ന് പറയുന്നത് എന്നാണ്. എന്താണ്? അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ്, ഓർഡർ, അതർവൈസ്, വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. എന്താണ് പറയുന്നത്? അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. എന്ത് ചെയ്യുന്നു? നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, മണി അക്സെപ്റ്റ് ചെയ്യുന്നു, പണം സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. ഒന്നെങ്കിൽ ലോണായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തിനാണ്? ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റുകൾ ഇൻവെസ്റ്റ്മെന്റായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് നമ്മൾ സ്വീകരിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? റീപേബിൾ ചെയ്യുന്നു. അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഓൺ ഡിമാൻഡ്. അവരെപ്പോഴാണോ ആ ക്യാഷ് ചോദിക്കുന്നത് ആ സമയത്ത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. റീപേബിൾ ഓൺ ഡിമാൻഡ്, ഓർഡർ, അതർവൈസ്. ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലോ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലോ അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുകയും, അതുപോലെ വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ, അതർവൈസ്. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ചെക്കായിട്ടും ഡ്രാഫ്റ്റായിട്ടും ഓർഡറായിട്ടും എന്ത് ചെയ്യാം? അത് പിൻവലിക്കും ചെയ്യാം. ഇങ്ങനെയാണ് സെക്ഷൻ 5(b)യിൽ ബാങ്കിങ് എന്താ പറയുന്നത്? അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ്, ഓർഡർ, അതർവൈസ്, വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. എന്ന് വെച്ചാൽ എന്താണ്? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റായി സ്വീകരിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ലോണായി കൊടുക്കുകയും, അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അത് സ്വീകരിക്കുകയും, എപ്പോഴാണോ ആ കസ്റ്റമർ അത് ആവശ്യപ്പെടുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അത് ഓർഡർ ആയിട്ടാവാം, അല്ലെങ്കിൽ ചെക്കോ ഡ്രാഫ്റ്റോ ഓർഡറോ വഴി വിഡ്രോ ചെയ്തിട്ടും ആവാം. സെക്ഷൻ 5(b) പ്രകാരം എന്താ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സെക്ഷൻ 5(c) പ്രകാരം പറയുന്നത്. സെക്ഷൻ 5(c) പ്രകാരം ബാങ്കിങ് കമ്പനി എന്താണ് പറയുന്നത്. എന്താണ്? സെക്ഷൻ 5(c) പ്രകാരം ബാങ്കിങ് കമ്പനി. എ ബാങ്കിങ് കമ്പനി ഈസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട് ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏതൊരു കമ്പനി ആവട്ടെ, ഏതൊരു ബിസിനസ് ആവട്ടെ, എന്താണ് ചെയ്യേണ്ടത്? ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടോ ആ കമ്പനികളെയാണ് എന്ത് പറയുന്നത്? ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത്. എ ബാങ്കിങ് കമ്പനി ഈസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട് ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ഏതൊരു കമ്പനിയെയും ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. ഇനി അടുത്തത് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്ട് 1882. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്ടിൽ ബാങ്കർ എന്നാണ് പറയുന്നത്. ബോഡി ഓഫ് പേഴ്സൺ ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. എന്താണ് പറയുന്നത്? ബോഡി ഓഫ് പേഴ്സൺ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്. ഒരു കൂട്ടം വ്യക്തികളാണ്, പക്ഷെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യമല്ല. ഹു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. ആരാണോ ബാങ്കിങ് ബിസിനസ് ക്യാരി ചെയ്യുന്നത് അയാളെയാണ് ബാങ്കർ എന്ന് പറയുന്നത്. ബോഡി ഓഫ് പേഴ്സൺസ് ഹു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ബിസിനസ് ആരാണോ നടത്തിക്കൊണ്ട് പോകുന്നത് ആ വ്യക്തിനെയാണ് ബാങ്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 3. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 3യിൽ പറയുന്നത് ബാങ്കർ ഇൻക്ലൂഡ് എനി പേഴ്സൺ ആക്ടിംഗ് ആസ് എ ബാങ്കർ, പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ബാങ്ക്, കോർപ്പറേഷൻ ഓർ കമ്പനി. ബാങ്കർ ആരാണ്? ഏതൊരു പേഴ്സൺ ആവട്ടെ, എന്ത് ചെയ്യുന്നു? ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ഏതൊരു പേഴ്സൺ ആവട്ടെ അയാളാണ് ബാങ്കർ. പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ബാങ്ക് ആവാം, കോർപ്പറേഷൻ ആവാം, ഓർ കമ്പനി ആവാം. എന്താ പറയുന്നത്? ബാങ്കർ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരാണ്? എനി പേഴ്സൺ ആക്ടിങ് ആസ് എ ബാങ്കർ. ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്ന ഏതൊരു പേഴ്സണും ആവാം.
പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക് ആവാം, കോർപ്പറേഷൻസ് ആവാം, അതുപോലെ തന്നെ കമ്പനിയും ആകാം. ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഫ്രെ ക്രൗദർ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. എ ബാങ്കർ ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. ബാങ്കർ എന്ന് പറയുന്നത് ഒരു ഡീലറാണ്. ഡെപ്റ്റിൻ്റെ ഡീലറാണ് ബാങ്കർ എന്ന് പറയുന്നത്. അത് അവരുടേതായിട്ടുള്ളതും മറ്റുള്ള വ്യക്തികളുടേതും എന്ന് വെച്ചാൽ ബാങ്കർ ശരിക്കും എന്താ ചെയ്യുന്നത്, ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൂടുതലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷുകൾ ഡെപ്പോസിറ്റായി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു, ലോണായിട്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എ ബാങ്കർ ഈസ് എ ഡീലർ. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഡീലറായിട്ടല്ലേ ബാങ്ക് വരുന്നത്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, ആ ഡെപ്പോസിറ്റ് സ്വീകരിച്ച ക്യാഷ് കൊണ്ട് മറ്റ് ആവശ്യക്കാർക്ക്, പണം ആവശ്യമുള്ളവർക്ക് ലോണായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഡീലറായിട്ടാണ് ആര് വരുന്നത്, ബാങ്കർ. എ ബാങ്കർ ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ്സ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. മറ്റുള്ളവരുടെയും അവരുടേതായിട്ടുള്ളതുമായിട്ടുള്ള ഡെപ്റ്റിൻ്റെ ഡീലറാണ് എന്ത് പറയുന്നത്, ബാങ്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ ഹെർബർട്ട് എൽ ഹാർട്ട് എന്താ പറഞ്ഞിട്ടുള്ളതെന്നാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്, എ ബാങ്കർ ഈസ് എ വൺ ഹൂ. ബാങ്കർ എന്ന് പറയുന്നത് ആരാണ് എന്നാണ് പറയുന്നത്. എ ബാങ്കർ ഈസ് എ വൺ ഹൂ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഹോണേഴ്സ് ചെക്ക് ഡ്രോൺ ബൈ കസ്റ്റമേഴ്സ് ഫ്രം ഹൂം ഹി റിസീവ് മണി ഓൺ കറണ്ട് അക്കൗണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബാങ്കർ എന്ന് പറയുന്നത് ആരാണ്, ഉപഭോക്താക്കളിൽ നിന്നും എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൽ നിന്നും പണം സ്വീകരിക്കുകയും അവർ എഴുതുന്ന ചെക്കുകൾ വഴി ആ പണം തിരിച്ചു നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആര്, ബാങ്കർ എന്ന് പറയുന്നത്. എന്താണ്, കസ്റ്റമേഴ്സിൽ നിന്നിട്ടും പണം സ്വീകരിച്ചിട്ടിട്ട് അവർ ചെക്ക് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പണം തിരിച്ചവർക്ക് നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആര്, ബാങ്കർ എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പൈസ സ്വീകരിച്ച് വെച്ചിട്ട് അവർ ചെക്ക് ഡ്രോൺ ചെയ്യുന്ന സമയത്ത് ആ ക്യാഷ് അവർക്ക് തിരികെ നൽകാൻ വേണ്ടിയിട്ടാണ് നൽകുന്ന പ്രക്രിയ ചെയ്യുന്ന വ്യക്തിയാണ് ആര്, ബാങ്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർ ജോൺ പാക്കറ്റ് എന്താ പറഞ്ഞിട്ടുള്ളതെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിലാണ് ഈ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലോ ഓഫ് ബാങ്കിങ് എന്ന ബുക്കിലാട്ടോ ഈ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. നോ പേഴ്സൺ ഓർ ബോഡി കോർപ്പറേറ്റ് ഓർ അതർവൈസ് ക്യാൻ ബി എ ബാങ്കർ who does not take deposit account, current account, issue and pay checks and collect check crossed and crossed for his customers. എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആരും എന്താവുന്നില്ല, ഒരു ബാങ്കർ ആവുന്നില്ല എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടുകളായിട്ടോ സേവിങ്സ് അക്കൗണ്ടുകളായിട്ടോ ഒക്കെ അവരെ കയ്യിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അതുപോലെ അങ്ങനെ സ്വീകരിച്ചിട്ട് അവരാവശ്യപ്പെടുമ്പോൾ അവരെ ചെക്കിൻ്റെയോ അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടുള്ളതോ അൺക്രോസ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ചെക്ക് അടിസ്ഥാനത്തിൽ ആ കസ്റ്റമേഴ്സിന് തിരിച്ച് ആ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ രണ്ട് പ്രക്രിയയും ചെയ്യാത്ത പക്ഷം ആ വ്യക്തിയോ ആ കമ്പനിയോ എന്താവുന്നില്ല, ഒരു ബാങ്കർ ആവുന്നില്ല. No person or body corporate or otherwise can be a banker who does not take deposit account, current account, issue and pay check and collect check crossed and uncrossed for his customers. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റായി സ്വീകരിക്കാത്ത പക്ഷവും അതുപോലെ അവർക്ക് ചെക്കുകൾ ഇഷ്യൂ ചെയ്തിട്ട് ക്യാഷ് തിരിച്ചു കൊടുക്കാത്ത പക്ഷവും എന്താവുന്നില്ല, ആ വ്യക്തി ഒരു ബാങ്കർ ആവുന്നില്ല, അല്ലെങ്കിൽ ആ കമ്പനി ഒരു ബാങ്കർ ആവുന്നില്ല എന്നാണ് ജോൺ പാക്കറ്റ് അയാളുടെ അദ്ദേഹത്തിൻ്റെ ബുക്കായ ലോ ഓഫ് ബാങ്കിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഫസർ R.S. സേയേഴ്സ് എന്താ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. എ ബാങ്കർ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഡെപ്റ്റ്സ് ആർ വൈഡ്ലി അക്സെപ്റ്റഡ് ഇൻ സെറ്റിൽമെന്റ് ഓഫ് അതേഴ്സ് പീപ്പിൾ ഡെപ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, വൈഡ്ലി അക്സെപ്റ്റഡ്, കുറച്ച് ആൾക്കാരുകളെ കയ്യിൽ നിന്നും ഡെപ്റ്റ്സ്, പണം കൂടുതലായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, വാങ്ങിയെടുക്കുന്നു. എന്നിട്ട് ഇൻ സെറ്റിൽമെന്റ് ഓഫ് അതർ പീപ്പിൾസ് ഡെപ്റ്റ്, മറ്റ് ജനങ്ങളുടെ കടബാധ്യതകൾക്കെല്ലാം സെറ്റിൽമെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ സ്വീകരിച്ച പണം ലോണായിട്ട് കൊടുക്കുന്നു. എ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഡെപ്റ്റ് ആർ വൈഡ്ലി അക്സെപ്റ്റഡ് ഇൻ സെറ്റിൽമെന്റ് ഓഫ് അതേഴ്സ് ഡെപ്റ്റ്സ് പീപ്പിൾസ് ഡെപ്റ്റ്. ഒരുപാട് ആൾക്കാരെ കയ്യിൽ നിന്ന് പണം ഡെപ്റ്റ്സ് ആയിട്ട് സ്വീകരിച്ചിട്ട് മറ്റ് വ്യക്തികളുടെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, കടമായി ഡെപ്റ്റ്സ് ആയിട്ട് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ, SAS തന്നെ പറയുന്നത് ബാങ്ക്സ് ആർ നോട്ട് മിയർലി പർവേസ്
ഓഫ് മണി ബട്ട് മാനുഫാക്ചേഴ്സ് ഓഫ് മണി എന്ന് വെച്ചാൽ എന്താ, ബാങ്ക് എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും ഒരു പണത്തിന്റെ വിതരണം ചെയ്യുന്ന വ്യക്തികൾ മാത്രമല്ല, പണം സൃഷ്ടിക്കുന്നവരുമാണെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും പർവേഴ്സ് ഓഫ് മണി അല്ല. എന്ന് വെച്ചാൽ പണം വിതരണം ചെയ്യുന്ന ആൾക്കാർ മാത്രമായിട്ടല്ല ബാങ്കിനെ നമ്മൾ കണക്കാക്കുന്നത്. ബട്ട് മാനുഫാക്ചേഴ്സ് ഓഫ് മണി, പണം സൃഷ്ടിക്കുന്ന വ്യക്തികളുമാണെന്നാണ് എന്ത് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, അവർ എന്ത് ചെയ്യുന്നു, വായ്പകൾ കൊടുക്കുന്നു, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, അതുപോലെ കടം കൊടുക്കുന്നു. അവർ ആവശ്യക്കാർക്ക് കടം കൊടുക്കുകയും ചെയ്യും, അതുവഴി പണം സൃഷ്ടിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പണം ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ പണം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ പോയിന്റിന്റെ അർത്ഥം. എന്താ പറയുന്നത്, എ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ഡെബ്സ് ആർ വൈഡ്ലി അക്സെപ്റ്റഡ് ഇൻ സെറ്റിൽമെന്റ് ഓഫ് അതർ പീപ്പിൾ ഡെബ്സ്. ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം ഡെപ്പോസിറ്റായി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അവരുടെ കടങ്ങളും മറ്റ് പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് കടമായിട്ട് ലോണായിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് ചെയ്യുന്നത്, ബാങ്ക് കൊടുക്കുന്നത്. അതുപോലെ ബാങ്ക് എന്താണ്, ഒരു പണം വിതരണം ചെയ്യുന്ന വ്യക്തികൾ മാത്രമല്ല പണം ഉണ്ടാക്കുന്നവരുമാണെന്നാണ് പറയുന്നത്. ബാങ്ക് ആർ നോട്ട് മിയർലി പർവേഴ്സ് ഓഫ് മണി ബട്ട് മാനുഫാക്ചേഴ്സ് ഓഫ് മണി. എന്ന് വെച്ചാൽ എന്താ, പണം എന്ത് ചെയ്യുന്നു, ലോണായിട്ട് കൊടുക്കുന്നുണ്ട്, അവരവിടെ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണം ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്നത് വഴി എന്ത് ചെയ്യുന്നു, പണം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എന്ത് പറയുന്നത്, RSIS പറയുന്നത്. ഇന്ന് നമ്മളിവിടെ വളരെ കുറച്ച് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ലീഗൽ ഡെഫിനിഷനും അതുപോലെ തന്നെ കുറച്ച് വ്യക്തികൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനും നന്നായിട്ട് പഠിക്കുക, ഓർത്തു വെക്കുക, കീവേഡുകൾ വെച്ചിട്ട് പഠിക്കാം. നമ്മളെ എങ്ങനെയൊക്കെയാണോ നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. Keep watching and see you soon.